എന്താ ചെക്കൻ്റെ റൂം കിടക്കണ കോലാണിത്. ഇട്ടവിടെ ഒക്കെ വാരി അതറിയിട്ടുണ്ട്. വേൻ്റെകളൊക്കെ കുത്തി തിരിച്ച് വെച്ചിക്കുക. എന്തെന്നാ പറയണത്? എങ്ങനെ നോക്കിയ പുതപ്പൊക്കെ ഒന്ന് എണിച്ചു പോകുമ്പോ പുതപ്പൊക്കെ ഒന്ന് മടക്കി വെക്കുക, എന്തെങ്കിലും ഒന്ന് ചെയ്തുകൂടെ? പുതപ്പൊക്കെ നോക്ക്, മുസിഞ്ഞ മണ്ണടിക്കണം. എങ്ങനെ വരലും കടുക്കലും പോലും ഒന്നും കാണുന്നില്ലല്ലോ. ഒന്ന് ഒതുക്കാൻ വരുമ്പോഴാണ് അലങ്കോലത്തിൽ കെടുക്കുന്നത്. എന്തേ കുട്ടി ഇങ്ങനെ ഇപ്പൊ ചൂട്ടത്തിട്ട് തോണക്കം? എന്താ പുതപ്പ് തലക്കാണ് കുട്ടി അലങ്കോലത്തിൽ കിട്ടും. വരുന്നും അറിയില്ല, പോണതും അറിയില്ല. എന്താ ഈ മോനിങ്ങനെ? ഇനി വരും പാതരയ്ക്കും. ഇനി തട്ടി കുടഞ്ഞു വെച്ചു കൊടുത്ത സമാധാനം. അത് കടന്നോട്ടെ. തട്ടി കുടഞ്ഞു വെച്ചു കൊടുത്ത അത് വന്ന് കെടുക്കുക ഇരിക്കുക തന്നെ. എന്തൊക്കെ സാധനത്? എന്താ ഉപ്പും പൊടിയൊക്കെ കൊണ്ടുവച്ചിരിക്കണ ഉച്ചക്കെ? എന്തിട്ടാ എന്തത്? എന്തിട്ട് ചെക്ക ഉപ്പ എന്തിട്ട്? ഉപ്പല്ലല്ലോ, അതെന്തൊരു സാധനം അത്? കാണിച്ചു കൊടുക്കട്ടെ ഉപ്പാക്ക്. എന്തെങ്കിലും ഒന്ന് വന്നേന്നെ. അല്ലാന്നേ നോക്കിയ ഉപ്പ് പൊടി അല്ല. നാവില് വെച്ച് നോക്കിയപ്പോ ഉപ്പിന്റെ അതൊന്നും അല്ല. ഇതൊരു പൊട്ട വൃത്തിയായിട്ട മണം. അത് സമീറിന്റെ തലക്കാൻ മാറ്റം കിട്ടിയതാ. സമീറിന്റെ തലക്കാടിന്റെ അടിയിലിരിക്കണു. ഞാനതിനിപ്പോ മാങ്ങിയത് എനിക്ക് പിന്നെ ഉപ്പ് പൊഴിഞ്ഞു കൊണ്ട് വെച്ചിട്ടുണ്ടാവും വിചാരിച്ച്. അതെ, ഇതൊക്കെ അലങ്കോലത്തിലൊക്കെ എടുക്കായിരുന്നു. ഞാനിഞ്ഞിപ്പോ വരുന്നതിന്റെ ഉള്ളിൽ ഇതൊക്കെ ഒന്ന് കുടഞ്ഞ് വൃത്തിയാക്കി ഇടാലോന്ന് വെച്ചിട്ട് ഇത് കുടയുമ്പോ ഇതിന്റെ അടിയിൽ കിടക്കണ് ഇരിക്കണത്. ഇപ്പൊ മാങ്ങ തിന്നാനോ നെല്ലിക്ക് തിന്നാനോ കൊണ്ട് വെച്ചിട്ടുണ്ടാവോ? ഇല്ലെന്നാ നക്കി നോക്കിയപ്പോ ഉപ്പല്ല. അതെന്തോ ഒരു ഇതുപോലെ പൊട്ട മണുണ്ട്. വായൊക്കെ ചുരുചുരുന്ന് പിടിച്ച പോലെ തോന്നി എനിക്ക്. ഇത് ഉപ്പൊന്നുമല്ല. ഇതെന്താ MDMA ഇങ്ങനെയൊക്കെ വെച്ചിട്ട് മൂക്കിൽ വലിച്ചു കയറ്റില്ലേ? ആ സാധനമാണിത്, മയക്കമരുന്നിന്റെ. എന്തൊക്കെ പേര് പറയുന്നു, മയക്കമരുന്ന് സാധനം. ഇതൊക്കെ ഉപയോഗിക്കണ്ടാ? മയക്കമരുന്ന് കോളേജിൽ പഠിച്ച പിള്ളേർ കൂടുതൽ അങ്ങനെ പിടിച്ചിട്ട് മൂക്കിൽ വലിച്ചു കയറ്റും. എന്തോ ഒരു പേരുണ്ടതിന്. ആ സാധനമാണിത്. ഇതൊക്കെ നല്ല വിലയാ. പോലീസ് അങ്ങനെ അറിഞ്ഞിട്ടല്ലോ, പിടിച്ചോണ്ട് ജാമ്യം പോലും കിട്ടില്ല. എനിക്കറിയില്ലത്. ഇത് അങ്ങനത്തെ സാധനം. അത് നന്നാവും. ഇതൊക്കെ ശ്രദ്ധിക്കണം. നീ നോക്കണ്ടല്ലേ ഓരോ കാര്യങ്ങള്. ഈ സാധനം പോക്ക് ഭയങ്കര സാധനം, ഡേഞ്ചർ സാധനമാണ്. അല്ലെങ്കിൽ തന്നെ എനിക്കറിയാം, അവന് സംശയം ഉണ്ടായിരുന്നു. അവന്റെ പോക്കെന്നൊക്കെ ശരിയല്ലട്ടാ. നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കൂല്ല. എന്താ നിങ്ങൾ പറയണേ? എന്റെ മോനൊന്നും അങ്ങനെ ചെയ്യില്ല. ഇത് പോകുമ്പോ നന്നാവും. പുറത്തൊരാളറിയരുത്. അറിഞ്ഞു കഴിഞ്ഞല്ലോ ഈ സാധനം കേസ് കൊടുത്തല്ലോ, പിടിച്ചോണ്ട് ജയിലിലാവും. പിന്നെ മനസ്സിലായി? എന്റെ പോക്കേ ശരിയില്ല. നാളെ ഞാൻ നിങ്ങളൊന്നും അറിയാണ്ടൊന്നും പറയല്ലേ. ഇത് ഞാൻ വെച്ച് നോക്കുമ്പോ ഞാൻ അറിഞ്ഞൂടത്. ഇത് സിനിമയിലെ കാണുന്ന സാധനമാണിത്. ഏറ്റവും ഡേഞ്ചർ സാധനം അത്. നീ ഒന്നും ചെയ്യണ്ട, അവനോട് പറഞ്ഞ് മനസ്സിലാക്കി. ഇങ്ങനെയായി ശരിയാവില്ലോട്ടാ. പറഞ്ഞില്ലാന്ന് വേണ്ട. അല്ലെങ്കിൽ 2-3 ആൾക്കാർ എന്നോട് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ സത്യമായില്ല. ഇപ്പൊ ഇത് കൈ കിട്ടിയില്ല. കാലത്ത് പോയതാണ്, ഈ നേരം വന്നിട്ടില്ല. എവിടേക്ക് പോയി? കൂട്ടുകാരന്മാരുമായിട്ട് മേടിക്കാൻ തന്നെ 5000-10,000 കൊടുത്താലേ ഈ സാധനം കിട്ടുള്ളൂ. ഈ സാധനം ഡേഞ്ചറായ സാധനം അത്. എന്തുട്ടാ അപ്പസോടെ ഇപ്പസോടൊന്നും അല്ലത്. ഇതൊക്കെ പോലീസ് പിടിച്ച ജാമ്യം പോലും കിട്ടില്ല. അങ്ങനത്തെ കേസാ. എന്തോ ഈ കുട്ടി ഇങ്ങനെ ആയി പോയി. എനിക്ക് വായി പഠിച്ചോനെ എന്താ ചെയ്യാ? ഇനിയിപ്പോ എപ്പോ വരുവാണാവോ? എന്ത് കോലത്തിൽ വരുന്നാവോ? എന്തൊരു കഷ്ടമാണ് പറയുന്നു റബ്ബേ. എവിടെയും ഇല്ലാത്ത ശീലം. ഈ ശീലമൊക്കെ പഠിക്കുന്നത് നല്ലതാണ്. ഇത് ശരിക്കും നിങ്ങൾ പറയണതാണോ? അത് സത്യാണ് നീ പറയണത്, കാര്യത്തിലുള്ളതാണ്. ഇതിവിടെ വെക്കി. ഇനിയിപ്പോ അവൻ വരട്ടെ. ഇത് വെക്കല്ലേ, സാധനം എടുത്ത് വെക്കി. ഈ സാധനം അവന്റെ അടുത്തില്ല, ഞാൻ എടുത്തേക്ക സാധനം. വേറെ എടുത്തേക്കുണ്ട്. എന്നിട്ട് നിങ്ങക്ക് വരിക്കാനാ? എനിക്ക് വരിക്കാല്ല, ഇത് അവിടെ കൊണ്ട് വെക്കണോ? ഇത് കാണിച്ചു കൊടുക്കണ്ടേ?
ആർക്ക് പുറത്ത് കാണിച്ചിട്ട് ഡേഞ്ചറാ, അല്ലെങ്കിൽ കത്തിച്ച് കളയാ എന്തെങ്കിലും ചെയ്യ്. അല്ലാണ്ട് പിന്നെ എന്ത് ചെയ്യണേ? ഷെഫീക്ക് എവിടെ? അവൻ അറിഞ്ഞ അവനോട് പറയണ്ട, അവനോട് പറഞ്ഞിട്ടേ ഉപദേശിച്ചു കൊടുക്കാനാണ്. അവനോട് ഉപദേശിച്ചു കൊടുക്ക, ഇതൊന്നും കാണിച്ചു കൊടുക്കല്ലേ. ഇത് കാണിച്ചു കൊടുക്കണം. അവൻ വന്നിട്ട് അവനും കൂടെ കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. ഇങ്ങനെ വിട്ടാലേ ഇതിലും അപ്പുറവും. അവനപ്പുറത്തൊക്കെ എടുക്കണ്ട റൂമില്. അവനോടും കൂടെ കാര്യം പറയണം. നീ ഒന്ന് വിളിച്ചാൽ അവനോടും കൂടെ ഇതൊന്നും പറയല്ലേ, പറഞ്ഞ അവൻ വലിയ ബുദ്ധിമുട്ടാണ്ടിരിക്കും. ഇതൊന്നും കാണിച്ചു കൊടുക്കല്ലേ. ശരിയാവില്ല. അത് ഇതിനും വെച്ച് വലിയ പ്രശ്നങ്ങളാവുന്നു. അങ്ങോട്ട് വേണ്ടേ? എന്തേ? ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. അല്ല നിക്ക് മോനെ, മോനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. എന്തേ? പെണ്ണിനെ പറ്റി കണ്ടില്ലേ? എന്തിട്ടാ അവന്റെ സമീറിന്റെ അതെ കയ്യിലുണ്ടായിരുന്നു മോനെ. അതെന്തോ കുട്ടിക്ക് വല്ല ഞാൻ മറ്റേ സാധനം ഇവിടെ വെച്ചിട്ട് വലിക്കില്ലേ, ബ്രൗൺ ഷുഗർ സാധനം. ഇത് ഇപ്പൊ പറഞ്ഞ സാധനമാണല്ലോ. ഇത് എന്താ അവിടെ കിട്ടിയത്? ഇത് അവന്റെ തല കിടക്കുന്ന തലകാലിന്റെ അടിയിൽ ഷമീറിന്റെ ഉപദേശിച്ച് മനസ്സിലാക്കി കൊടുക്കും. ഇങ്ങനെയായ ശരിയാവില്ല എന്ന് പറഞ്ഞു. അതൊന്നും അല്ല ഉപ്പ പറഞ്ഞതാ. ഇത് ആ മറ്റേ കയ്യിലും ഉമ്മ ഓരോന്ന് കണ്ടിട്ടില്ലേ സിനിമയിലൊക്കെ? ഞാനിത് സിനിമയിലെ കണ്ടിട്ടുള്ളൂ, നേരിട്ടുള്ളത് ഇപ്പൊ ഇങ്ങനെ കാണുന്നത്. അതിന് ഉമ്മാട് പറഞ്ഞു. ഉമ്മ പറയണേ അതൊന്നുമില്ല, ഇത് വേറെ എന്തെങ്കിലും പൗഡർ ആവുന്നു. ഇങ്ങനെ വായിൽ നക്കി നോക്കിയപ്പോ പൗഡറൊന്നും അല്ല. അതിന് ഇതിനൊന്നും അറിയില്ല, അതിന് ബോധമില്ല, അതിനറിയില്ല. ഇവര് എങ്ങനെയൊക്കെ വരുന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളൂ ഇതിനെ പറ്റിയൊക്കെ. ഉമ്മ ഈ കേസൊക്കെ പോലീസിൽ അറിഞ്ഞാണ്ടല്ലോ അവന് ജാമ്യം പോലും കിട്ടില്ല, വർഷക്കണക്കിന് ജയിലിൽ അടക്കേണ്ടി വരും. അല്ലെങ്കിൽ അവന്റെ സ്വഭാവം ഇപ്പൊ ഇടയായിട്ട് കുറെ ഒന്നും ശരിയല്ലാട്ടാ. ഓരോരുത്തരും പറയണത് കേൾക്കണം. നിന്റെ അനിയനല്ലടാ, നിന്റെ അനിയനല്ലടാ. ഞാൻ ചെയ്ത് തെറ്റാണോ സത്യത്തിൽ അവന്റെ അനിയനായിട്ട് ജനിച്ചത്? ഓരോ സ്ഥലത്തും ഒരു വഴക്കുണ്ടാക്കുക, ഓരോ ആക്സിഡന്റ്, അത് ഇത്. അവന്റെ മുടി തന്നെ കണ്ടില്ല, കാട് പോലെ പ്രാന്തന്റെ പോലെ ഉണ്ട് അവനെ കാണാന്. ഉമ്മ ഇപ്പൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ? ഞാനൊക്കെ കാണാനേ കിട്ടുന്നില്ല. വരുമ്പോ നേരം വൈകിട്ട് വരും. ഞാനും കാണുന്നില്ല. പറഞ്ഞ് മനസ്സിലാക്കി ഉപദേശിച്ചു കൊടുക്കും. രാവിലെ എണീക്കുമ്പോ ആള് നല്ല ഉറക്കം, രാത്രിയോ വരുന്നത് എപ്പോഴാന്നൊരു പിള്ളേരൊക്കെ പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ടി. സ്വന്തം അനിയനാന്ന് പറഞ്ഞിട്ടേ നമ്മളൊന്നും പാവം നോക്കിട്ട് കാര്യമില്ല. അതിങ്ങനൊക്കെ ചെയ്യുന്നവർക്കുണ്ടല്ലോ. സ്വന്തം ഉമ്മയേതാ ഉപ്പയേതാ സ്വന്തം ഇക്കയാണെന്ന് മനസ്സിലാവില്ല. അവന്റെ ആവൂല. കുറെ ആൾക്കാർ എന്നോട് വിളിച്ച് പറഞ്ഞു, എന്റെ വണ്ടിയിൽ പോകും ഇങ്ങനെ ഫ്രണ്ട് ഇങ്ങനെ പൊന്നിച്ചിട്ട് പോവുക. അങ്ങനെയൊക്കെ കണ്ടപ്പോ ഞാൻ കണ്ടിട്ടില്ല, ആൾക്കാർ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ശരിക്കും സത്യമില്ലേ? ഇത് മാത്രമല്ല, അവന് വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ ഇതൊന്നും നിങ്ങൾ വിഷമിക്കണ്ടെന്ന് വെച്ചിട്ട് പറയാഞ്ഞിട്ടാണ്. എന്റെ അനിയനല്ലേ, എന്തൊക്കെ ഉണ്ടായാലും എന്റെ അനിയനല്ലേ. ഞാൻ എന്താ ചെയ്യാ? ഓരോരുത്തർ പറയുന്നത് കേൾക്കുമ്പോ അവരോട് തല്ലൂടാൻ പറ്റും എനിക്ക്? ഇതൊക്കെ എനിക്കും അറിയാം അവന്റെ കാര്യങ്ങളൊക്കെ. അവന്റെ പോക്കൊന്നും അത്ര ശരിയല്ല. ഞാൻ പിന്നെ പോട്ടേന്ന് വെച്ചിട്ട് ഇതിപ്പോ റൂമിൽ നിന്ന് തന്നെ കിട്ടിയ സ്ഥിതിക്ക് നമ്മളിപ്പോ എന്താ ചെയ്യാ? ഇത് ക്ഷമിച്ചു വിടണ. അതാ ഞാൻ പറഞ്ഞത്, അനിയനാണോ ഒന്നും നോക്കണ്ട, പോലീസിൽ ഏൽപ്പിക്കുക. ഞാൻ പ്രസവിച്ച മോനാണ്. നീ കെട്ടിപ്പിടിച്ചിരുന്ന നീ അടക്കം രണ്ടുപേരും ജയിലിൽ കൊണ്ടുവരും. നീ മോനും ജയിലിൽ കൊണ്ടുവരും. അതൊക്കെ പറയാനുള്ളത്. കാലത്ത് പോയതാ മോനെ, വന്നിട്ടില്ല. ആ വണ്ടിയുടെ ചാവി ഇന്ന് വന്നാലേ എന്റെ മോൻ ഉറക്കം ഒഴിച്ചിരുന്നിട്ട് അവൻ വന്ന് വണ്ടി നിർത്തി അകത്തേക്ക് പോകില്ലേ. അപ്പൊ ആ ചാവി ഒന്ന് എടുത്ത് മാറ്റിക്ക്. ആ ചാവി എടുത്ത് വെക്കുമ്പോഴേ ഈ പോക്കൊന്ന് ഇതാവും. നടന്നങ്ങനെ പോകില്ല. എത്ര പോകും നടന്നിട്ട്? അപ്പൊ ചിലപ്പോ പോകില്ല. എന്താ മോനെ ചെയ്യാ? നമ്മളെ മോനെ എന്റെ അനിയനും എന്റെ മോനും കൂടി ഇപ്പൊ അവനവിടെ ഉണ്ടാവും. ഇപ്പൊ ഒന്ന് വിളിച്ചു നോക്കായിരുന്നു. എപ്പോ വരുന്നെന്ന് അറിയില്ല. ഞാൻ ചെന്ന് ചിലപ്പോ നിങ്ങളൊന്ന് പോയി നോക്കിട്ട് വരും. സമാധാനം ഇല്ല എനിക്ക്. അവൻ വരട്ടെ. ഇന്ന് എന്തായാലും അവന്റെ അടുത്ത് 2 വാക്ക് ചോദിക്കാൻ തന്നെ വേണം. അല്ലാണ്ട് ഇങ്ങനെ വിട്ടാ ശരിയാവില്ല. ഉമ്മ ചൂടാവണല്ലമ്മ. ഇതിലൊന്നും സത്യം പറഞ്ഞ ഉമ്മ ഏതാ ഉപ്പ ഏതാ ഇക്ക ഏതാന്ന് അറിയില്ല. കത്തി എടുത്ത ചിലപ്പോ കുത്താനൊക്കെ തോന്നും. അതാ ഞാൻ പറയണത്. പറയണ്ട അവിടെ പറയുന്നേ വേണം. ഇന്ന് അവൻ വരട്ടെ. ഇന്ന് ഒരു തീരുമാനം ഉണ്ടാക്കിട്ട് നടക്കുള്ളൂ. ഉമ്മ ടെൻഷൻ ഒന്നും അടിക്കണ്ട. എപ്പൊ ഞാൻ എന്തേലും ഒരു ആവശ്യത്തിനൊന്ന് ഫോൺ എടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഫോണും പോവില്ല, അല്ലെങ്കിൽ റിങ് ചെയ്ത് എടുക്കൂല്ല. പിന്നെ ഇടയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ്. ഒന്ന് ഇക്കല്ലേ വിളിക്കുന്ന രീതിക്ക് ഒന്ന് ഫോൺ എടുത്ത് സംസാരിക്കുകയും ചെയ്തൂടെ? ഒരേ വീട്ടിലല്ലേ നിൽക്കുന്നത്. അവനെ കണ്ടിട്ട് ചുരുങ്ങിയത് 1 വർഷമായി തോന്നുന്നു എനിക്ക്. എന്താ ചെയ്യാ? വെക്കുമ്പോ വാർത്തയിലൊക്കെ തന്നെ മോനെ ഞാൻ ഇതൊക്കെ കേട്ടിട്ടുള്ളൂ. എന്തൊക്കെയൊക്കെയോ പറയൂ. അതൊക്കെ അല്ലേ ഇതിപ്പോ നമ്മളെ വീട്ടിലേ വെച്ചിട്ട് നിങ്ങൾ ഞാൻ വിചാരിച്ച വല്ല ഉപ്പും പൊടിയോ വല്ല പൗഡറൊക്കെ ആകും. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോഴേ ഇതൊന്നും ഒതുക്കിയില്ലെങ്കില്
അവൻ എന്തിലേലൊക്കെ പോയി പെടും. അല്ലെങ്കിൽ അവൻ ഇപ്പൊ ഉള്ള കൂട്ടുകെട്ട് ചിലപ്പോ ഒന്നും വലുതാവും. ഇല്ലാന്നുണ്ടെങ്കിൽ പോലീസ് എന്തെങ്കിലുമൊക്കെ പിടിച്ചാലേ പിന്നെ അവന് പുറം ലോകം കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ പുറത്തേക്ക് പോകുമ്പോ ഇവരൊക്കെ പിടിച്ചുകൊണ്ട് പോകണം. ഇതാണ് റൈഡ്. ആ ന്യൂസിലൊക്കെ ഉമ്മ കാണുന്നില്ല, അത് പിടിച്ചു ഇത് പിടിച്ചു കഞ്ചാവാക്കി MDMA എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് അവനോട് ചോദിക്കത് എവിടെന്നാ കിട്ടിയെന്നിട്ട് അയാൾക്ക് തരുന്ന ആളെ പിടിച്ചു കൊടുക്കണം. ഇതൊക്കെ അവൻ വരട്ടെ. അവൻ വന്നിട്ട് ഞാൻ പറഞ്ഞില്ല, അവൻ വന്നിട്ട് ഇതിനുള്ളൊരു എന്തായാലും നമ്മൾ തീരുമാനം ഉണ്ടാക്കിയിട്ട് ഇവിടെ പോവുള്ളൂ. അതെ, ഇത് കുട്ടിക്ക് ആരാ കൊടുക്കണത് അവരെ പറഞ്ഞു തന്നിട്ട് അവരെയാണ് പോലീസിൽ പിടിച്ചു കൊടുക്കേണ്ടത്. നമുക്ക് നോക്കാം എന്തായാലും. ഉപ്പ അവനും വരേണ്ട സമയമായില്ലോ അല്ലെ? അവൻ വരട്ടെ. അവൻ വന്നിട്ടേ മോനെ പോലും ഇല്ല, ഒന്നും ഭക്ഷണം പോലും അവൻ ഉച്ചക്ക് കഴിക്കണില്ല, കാലത്ത് പോലും ഇല്ല. എന്റെ കുട്ടിയുടെ ആ മുടിയും തലയും മാത്രം തന്നെ ഉള്ളു, അതിന്റെ കോലുണ്ടാ എന്താ ചെയ്യാ? എന്റെ ഞാൻ എന്താ ഭക്ഷണമാക്കി ഇതൊക്കെ പെൺകുട്ടിയാണ് ഞാൻ 2 കൊടുത്തുകൊണ്ട് കുടുംബത്തിൽ ഇരിക്കുന്നത്. അവൻ പോണതും വരുന്നതും എനിക്കറിയോ? നിങ്ങളാണ് നിങ്ങൾ പറഞ്ഞ ഇതാകണ്ട. അതുപോലെ തന്നെ ഒന്നിന് മാത്രമായ ആൺകുട്ടിയാണ്, അവൻ പോണതും വരുന്നതും എനിക്ക് പിന്നാലെ പോകാൻ പറ്റുമോ? നോക്കിട്ട് പോയോ? അഞ്ചിട്ടിയാ ഞാനവിടെ അടിച്ചു വരുമായിരുന്നു മോള്. ഇങ്ങോട്ട് വാ. അവിടെ എന്റെ വെറുതെ വന്നത് പിന്നീർക്ക് അവിടെ എന്ത് വലിച്ചിട്ടാന്ന് അറിയില്ല. അവിടെ ഇരിക്കണ കണ്ടു. ആറിനൊക്കെ ആയിട്ടോ വഴക്കുണ്ടാക്കുന്നുണ്ട്. ആര് ഷമീറ? ആ മോള് കണ്ടാ? ആ ഞാൻ ഒറ്റയ്ക്കായിരുന്നു, ഞാൻ വേഗം കൊണ്ട് പോകുന്നു. എന്നെ കണ്ടിട്ടില്ല ഷമീർക്ക. പക്ഷെ അവിടെ എല്ലാവരും പറയുന്നുണ്ട് പോലീസിനെ വിളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇക്ക എങ്ങനെയും ഇക്കനെ വിളിച്ചിട്ടൊന്ന് പറഞ്ഞു വിട്. ഷമീർക്കൊക്കെ ഞങ്ങളൊക്കെ ചെറുപ്പത്തിലെ ഒരുമിച്ച് വളർന്ന ആൾക്കാരല്ലേ. ഇങ്ങനെ കാണുമ്പോ ഭയങ്കര വിഷമാവാണ്. എന്താ മോളെ ചെയ്യാ? എന്താ കുട്ടി ഇങ്ങനെയായെന്ന് എനിക്കൊരു പിടുത്തല്ല. എന്തായാലും ഇക്കാനെ വിളിച്ചിട്ട് പറഞ്ഞേക്കാൻ നോക്ക്. ഷമീർക്കാനെ വീട്ടിൽ കൊണ്ടുവരാൻ നോക്ക്. ഈ വേറെ ആൾക്കാരായിട്ട് തല്ലുകൂടി കഴിഞ്ഞാ ഈ കാണുന്ന രസമൊന്നും ഉണ്ടാവില്ല. ആൾക്കാരെന്താ പറയാ? അവിടെ ഇരിക്കണ്ട വഴി കൂടെ പോണവരോടൊക്കെ ഓരോന്ന് പറയാണ്. അവര് ചിലപ്പോ ചിലവരൊന്നും ഇഷ്ടപ്പെടില്ലേ. അവര് ചിലപ്പോ എന്തേലും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ചെയ്യാലോ. നമുക്ക് എന്തെല്ലാം കേൾക്കാനും കാണാനും നമ്മുടെ അതിൽ എഴുതിയിട്ടുണ്ട്. ഒക്കെ നമുക്ക് നരകത്തിൽ തന്നെ തീരണ്ട. എന്ത് നല്ലൊരു മോനാ എൻ്റെ മോൻ. എന്തെങ്ങനെയായി കൂട്ടുകെട്ടിൽ പെട്ട് നാശം. കാലത്ത് പോയതാണ്. ഉച്ച ഭക്ഷണം ഇല്ല, കാലത്ത് ഭക്ഷണം ഇല്ല. ഇനിയിപ്പോൾ രാത്രി വന്നാൽ അവൻ വരുന്നത് അറിയില്ല. വാതിൽ തുറന്നു കൊടുക്കും, അങ്ങനെ ചെന്ന് കെടുക്കും. പിന്നെ വാതിൽ കുറ്റിയിട്ടാൽ പിന്നെ കാലത്താണ് വാതിൽ തുറക്കുക. ഒറ്റ പോക്കാം. ഞാന് എന്തായാലും പോട്ടെ. എന്തായാലും ഇക്കാനെ പറഞ്ഞേക്കും, ഞാൻ പോവാ പിള്ളേരത്തേക്ക്. മോളെ എനിക്കൊരു സമാധാനം ഇല്ല. എന്താ ചെയ്യാ ഓരോരുത്തർ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ? അതെ, അപ്പുറത്തെ വീട്ടിലത്തെ പെൺകുട്ടിയെ റേഷൻ പീടിയൊക്കെ പോയിട്ട് വരുമ്പോഴേ അവിടെ ഷമീർ ആരൊക്കെ ആയിട്ട് പ്രശ്നം ഉണ്ടാക്കുക. മുട്ടിയൊക്കെ ജാതി പ്രശ്നം, എല്ലാവരോടും വണ്ടി തടുക്കലും പ്രശ്നം ഉണ്ടാക്കലും ചെയ്യുന്നുണ്ട്. ഇരിക്കണം കണ്ടപ്പോ പാവം തോന്നണിട്ട. അതെ, ഷമീർ ഖാനോടുള്ള അത്ര അടുപ്പം കൊണ്ടാണ്. എന്താ ഷമീർ ഖാൻ ഇങ്ങനെയായി? ഇക്കാനെ വിട്ടിട്ടൊന്ന് പോയി വിളിച്ചുകൊണ്ടിരാൻ പറയുന്നു പറഞ്ഞിട്ട് എന്നോട് ഒന്നിപ്പോ പറഞ്ഞിട്ട് അവളിപ്പോ പോയി അങ്ങോട്ട്. എന്താ ചെയ്യാ മോനെ? ഉപ്പ പോയിട്ടില്ലേ? ഉപ്പതാ പോയിട്ടുണ്ട്. ഉപ്പാനൊന്ന് വിളിച്ചു നോക്കിയാലോ? എന്താ ചവനെ കൊണ്ട് ചെയ്യാ? വല്ലാത്ത ബുദ്ധിമുട്ടായി. ഇന്നാള് കൂടിയിട്ട് എവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്റെ നമ്പർ എന്നെ തേടി കുറച്ചു പേര് വന്നിരുന്നു. അനിയനാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി, ഒരു 5000 രൂപ ആവശ്യമുണ്ട്, പിന്നെ അവനെ വിളിച്ചാലും കിട്ടുന്നില്ല, കോണ്ടാക്ടിന് എവിടെ കാണാൻ കിട്ടുന്നില്ല, എനിക്ക് 5000 രൂപ അവൻ മുഖേന നഷ്ടം സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾ മര്യാദയ്ക്ക് പൈസ തന്നെന്ന് പറഞ്ഞിട്ട് അവര് വലിയ സംസാരം. എന്നിട്ട് ഞാനാണ് നമ്മുടെ ആ പണിസ്ഥലത്ത് വെച്ചിട്ട് 5000 രൂപ കൊടുത്തത്. ഇതിപ്പോ ഞാൻ സമ്പാദിക്കുന്ന പൈസയൊക്കെ അവന് കൊടുക്കേണ്ടി വരുമോ? മോനൊന്ന് വിളിച്ചോക്കെ സമാധാനം. ഞാൻ ഉപ്പാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഇവിടെ ഞാന് കൊറേ നേരമായിട്ടാണ് നോക്കി, അവിടെ ഒന്നും കാണാനില്ല. അവൻ വേറെ കൂട്ടുകാരന്മാരും കൂടെ പോയിന്ന്. ഇത് വരുമ്പോ വരട്ടെ, എനിക്കൊന്നും വയ്യ കറിയാൻ പോയിട്ട്. എന്ത് ചെയ്യും പഠിച്ചവന്? അവന് എപ്പ പോയിട്ടും കാണാൻ. ഇനി എവിടേക്ക് പോയി എപ്പ വരും? ആരായിട്ട് തല്ലുകൂടുമല്ലോ? എന്താ ചെയ്യ? ഇപ്പൊ ആദർക്ക് എവിടെയാ പോയി നോക്കുക കുട്ടീനെ?
ആ മോനെ അവിടെ നിന്ന് എവിടെ എവിടെ പോയി? ഇവിടെ വെച്ചത് ഞാന്. ഇതെവിടെ? ഞാൻ ഇവിടെയാണല്ലേ വെച്ചത് ഞാന്. അയ്യോ അപ്പളും പറഞ്ഞ തള്ളേടത്ത് ഇങ്ങോട്ട് വന്ന് വരണ്ട, ഒതുക്കണ്ട, പിടിക്കണ്ടെന്ന്. എന്റെ റൂമിൽ എനിക്കറിയില്ലേ, വെറുതെ ഒന്ന് ഇങ്ങോട്ട് നോക്കി ഇതെല്ലാം ചെയ്തിട്ട് എനിക്കൊന്നും ഇവിടെ കിട്ടിയില്ലെങ്കിൽ സാധനം ഒക്കെ തന്നെ അടിച്ച് നേരത്തെ ഞാൻ എല്ലാം അടിച്ച് പൊളിക്കും ഞാന്. എന്റെ മോനെ വൃത്തിയാക്കാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞു വൃത്തിയാക്കാന്, എനിക്കറിയില്ല വൃത്തിയാക്കാന്. ഇത് ഇവിടെ ഉണ്ട് സാധനമൊക്കെ. എന്തിമ്മ എവിടത്തൊക്കെ എന്ത് മോനെ നീ എന്താ എന്ത് സാധനം? മാക്ക് ഒന്നും അറിയില്ല. മാക്ക് എന്താ എന്റെ മോനക്ക് പറ്റിയത്? എന്റെ മോൻ കുറച്ചായിട്ട് ഞാൻ നോക്കണ്ട്. നിന്റെ സ്വഭാവം ശരിയല്ല, നിന്റെ പോക്ക് ഉമ്മാക്ക് ആരോട് വൃത്തിയാക്കാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞ എന്താ പറ്റി മോൻ പറയേ. എന്റെ പല സാധനങ്ങളും എനിക്ക് പേടിയാ. എന്റെ ഒരു സാധനോട് കാണുന്നില്ല. നിന്റെ എന്ത് സാധനം കാണാനില്ല? ഉമ്മാർക്കാർ എന്റെ റൂമിൽ വരാൻ പറഞ്ഞ എന്റെ അനുവാദം റൂമിൽ തന്നെ വരാ. നിന്നെ കാണുമ്പോ ഉമ്മാക്ക് പേടിയാണ്. നിന്റെ മോനെ കാണുമ്പോ എനിക്ക് പേടിയാണ്. എന്താ നിനക്ക് പറ്റി മോനെ? ഇപ്പൊ നിന്റെ സ്വഭാവം ശരിയല്ലല്ലോ. ഇപ്പൊ ഒന്നും ശരിയല്ല. നിനക്ക് എന്താ പറ്റി നിനക്ക്? ഷോ എനിക്ക് വയ്യ. മോൻ അവിടെ ഇരിക്കേ, അവിടെ ഇരിക്കേ, നീ അവിടെ ഇരിക്കേ. ആടാ എന്നെ കൊല്ല്. എന്നെ കൊല്ലാനാണ് ഞാൻ 10 മാസം പ്രസവിച്ച് വളർത്തിയത്. എന്താ മോനെ നീ ഇങ്ങനെ ആയത്? നീ എന്താ ഇങ്ങനെ? എന്റെ മോൻ ഇങ്ങനെയുള്ള മോനൊന്നും അല്ലല്ലോ മോനെ. നീ ഒന്ന് നന്നാക്. നീ എന്തെങ്ങനെ പറ്റി നിനക്ക്? എന്ന് നിന്റെ റൂം ഞാൻ വൃത്തിയാക്കുമ്പോ നീ തലക്കണ്ടടിന്ന് ഒരു സാധനം കിട്ടി. എന്താ എന്റെ പൊന്നു മോനക്ക് പറ്റിയത്? ഇങ്ങനെയല്ലല്ലോ നീയേ. മോൻ ഇങ്ങനെ ആയി. എന്റെ മോനക്ക് എന്താ പറ്റി? എന്റെ മോൻ ഇങ്ങനെയുള്ള മോനൊന്നും അല്ലല്ലോ. എന്റെ മോനക്ക് എന്തുള്ള സാധനം അതൊന്നും നമുക്ക് വേണ്ട. അതൊന്നും നമുക്ക് ചേർന്നല്ല മോനെ. അതൊക്കെ ഒരു പ്രായത്തിന്റെ ഒരു ഇതാണ്. ഇതൊക്കെ ഒന്നും വേണ്ട. നമുക്ക് നല്ലൊരു ഡോക്ടറെ കണ്ടിട്ടേ ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. എന്റെ മോൻ എന്തായാലും ഇതായില്ലേ, ഒക്കെ ഡോക്ടറെ കണ്ട് നമുക്ക് മാറ്റിയെടുക്കാം. എന്റെ മോൻ വിഷമിക്കണ്ട. എന്റെ മോൻ ഇങ്ങനെ ആയതുകൊണ്ട് ഇക്കാക്കൊക്കെ എന്തൊരു വിഷമം. ആരൊക്കെ പ്രാക്ക് കേൾക്കണമെന്നറിയാം. ഓരോരുത്തരും ഇക്കടുത്ത് സങ്കടം പറഞ്ഞത് നീ പോയിട്ട് ഓരോന്ന് ചെയ്ത് കൂട്ടണതൊക്കെ ഇക്കാണ് ആ കടങ്ങളൊക്കെ കാശൊക്കെ കൊടുക്കണത്. ഉപ്പാനോട് ഓരോരുത്തരും വിളിച്ച് പറയലും കാര്യങ്ങളൊക്കെ. ഉപ്പ എന്തുമാത്രം വിഷമിച്ചിരിക്കുന്നറിയോ? എന്നോട് സംസാരിക്കാൻ പറ്റാത്ത കാരണം. ഉമ്മയല്ലേ, പെറ്റുമ്മയല്ലേ. എൻ്റെ മോൻ അങ്ങനെ വരുമ്പോൾ ഞാനെങ്ങനെ അവരിയ്ക്കുമ്പോൾ എനിക്ക് ഇരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പൊന്നു മോനക്ക് അതൊന്നും വേണ്ട മുത്തേ. അതൊക്കെ ഒരു ഇതാണ്. എൻ്റെ മോനക്കത് വേണ്ട. എൻ്റെ മോനക്ക് ഒരു സാധനം വേണ്ട. എൻ്റെ മോൻ നന്നാവും, നല്ല കുട്ടി, പഴയ മോനാവും എൻ്റെ മോൻ. എന്നിട്ട് എൻ്റെ മോനക്ക് നാളെ നല്ലൊരു ഡോക്ടറെ കാണിച്ചിട്ടേ നമുക്ക് ഇതൊക്കെ മാറ്റിയെടുക്കാം. എൻ്റെ മോൻ വിഷമിക്കണ്ട കേട്ടാ. എൻ്റെ മോൻ ആദ്യത്തെ മോനൊക്കെ അല്ല നമുക്ക് തരും. വേണ്ട, എൻ്റെ മോൻ വിഷമിക്കണ്ട കേട്ടാ. അതൊന്നും വേണ്ട, ഒരു സാധനവും വേണ്ട. എൻ്റെ മോനക്ക് അതൊന്നും വേണ്ട. ഉമ്മ പറയുന്നത് എൻ്റെ മോൻ കേൾക്കാം. എൻ്റെ മോൻ നല്ല മോനാണ്. എൻ്റെ മോൻ ആദ്യത്തെ പോലെ എൻ്റെ മോനാകും. നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണിച്ച് ഒക്കെ മാറ്റിയെടുക്കാം കേട്ടാ. ഒന്നും ഇനി അങ്ങനത്തെ ഒരു പൊട്ടശീലം എൻ്റെ മോനക്ക് വേണ്ട. ഉമ്മ പറയുന്ന കേൾക്ക മുട്ട. എൻ്റെ മോനെ കാണുമ്പോൾ ഉമ്മക്ക് പേടിയാകുകയാണ്. ഇപ്പൊ കണ്ടില്ലേ നീ നേരത്തെ ഉമ്മാടെ പോലുള്ള ചങ്ക് പിടിച്ചത്? എൻ്റെ മോനെ അങ്ങനത്തെ ഒരു ഇതായതുകൊണ്ടല്ലേ ഉമ്മാടെ പോലുള്ള ചങ്ക് നീ പിടിച്ചത്. എന്തുമാത്രം ഉമ്മ വിഷമിക്കുന്നുണ്ടെന്നറിയോ? ഇക്കാക്കും വിഷമം, ഉപ്പാക്കും വിഷമം. വീട്ടിലൊരു സമാധാനം ഇല്ല എൻ്റെ കുട്ടി വീട് വന്ന് എത്തണ വരെ. അറിയോ? എൻ്റെ മോനക്ക് നല്ലൊരു ഡോക്ടറെ കാണിച്ചു കൊണ്ട് ഒക്കെ മാറ്റിയെടുക്കാം. എൻ്റെ മോൻ ഒന്ന് കിടന്നുറങ്ങും ഭക്ഷണം കഴിച്ചിട്ടില്ല. എൻ്റെ മോൻ വിഷമിക്കണം. ശരി എന്നാ ഉമ്മാക്ക് ഒരു വിഷമമല്ല. ഉമ്മാക്ക് ഒരു വിഷമമല്ല. എൻ്റെ മോൻ നല്ല കുട്ടിയായാൽ മതി. എൻ്റെ മോൻ ഈ കൂട്ടുകെട്ടിലൊക്കെ പട്ടിട്ട് എൻ്റെ മോൻ ഇങ്ങനെ ആയതാണ്. അല്ലാതെ എൻ്റെ മോൻ സ്വയം കൊണ്ട് ഒരിക്കലും ആവില്ല. എനിക്ക് അറിയണില്ല എന്താ ചെയ്യണ്ടെന്ന്. എങ്ങനെ രക്ഷപ്പെടുത്ത എനിക്കറിയില്ല. എനിക്കിത് കിട്ടണം. എനിക്കിത് കിട്ടാണ്ട് എന്തോ പോലെ കിട്ടണം. നമുക്ക് വേണ്ട. നാളെ നല്ലൊരു ഡോക്ടറെ കാണിച്ചിട്ട് ഇല്ല എനിക്ക് പറ്റുന്നില്ല. എന്റെ തല പുകയുടെ. എന്റെ തല സന്തോഷമാവും. എൻ്റെ മോൻ പറഞ്ഞത് നമുക്ക് നാളെ തന്നെ നേരം എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുക. നമുക്ക് നാളെ പോയിട്ട് ഡോക്ടറെ കാണിച്ച് ഇതൊക്കെ നമുക്ക് മാറ്റി. സോറി വിഷമിക്കണ്ട. എനിക്ക്
വിഷമിക്കണ്ട, അമ്മക്ക് ഒരു വിഷമല്ല, എന്റെ മോൻ മാറും. എന്റെ മോൻ നല്ല എന്റെ മോൻ നാളെ തന്നെ നമുക്ക് പോവാം. നാനിക്കാടും ഉപ്പാടും പറഞ്ഞിട്ടേ നമുക്ക് നാളെ തന്നെ പോവാം. എന്റെ മോൻ ഒന്നും വേണ്ട, അതൊരു പ്രായത്തിന്റെ ഇതാണ്, എല്ലാം മാറും. എന്റെ മോൻ മനസ്സ് മാറിയില്ല, അതന്നെ ഉമ്മക്ക് ഏറ്റവും സന്തോഷം. മോനി രക്ഷപ്പെടുത്താം. എന്റെ മോനെ ഒന്നും വിഷമിക്കണ്ട. എന്റെ മോൻ എപ്പോ ഈ കുറച്ചും കണ്ടല്ലേ ഉമ്മക്ക് എന്താ പറയാ വലിയ മോനെ. എനിക്ക് ഒന്നും ഉണ്ടാവില്ല, നമുക്ക് നാളെ ഡോക്ടറെ അടുത്തേക്ക് പോട്ടെ. എന്റെ മോനക്ക് ഒന്നുമില്ല, എനിക്ക് പഴയ മോനായിട്ട് ഉമ്മ എടുക്കാം. ശരി പോട്ടെ പോട്ടെ ശരി പോട്ടെ, വിഷമിക്കണ്ട എന്റെ മോനിക്ക്. നമുക്ക് നാളെ തന്നെ പോകട്ടെ. നാനിക്കാടും ഉപ്പാടും പോയി പറഞ്ഞിട്ട് നാളെ തന്നെ നമുക്കൊരു ഡോക്ടറെ കണ്ട് എല്ലാം മാറ്റാം. ശരി പോട്ടെ, വിഷമിക്കണ്ട എന്റെ മോൻ, വിഷമിക്കണ്ട. എന്നെ കൊന്ന നിങ്ങൾ എനിക്ക് എനിക്ക് മരിക്കണം. എനിക്ക് അയ്യോ അങ്ങനെയൊന്നും പറയരുത്, അങ്ങനെയൊന്നും പറയരുത്. എനിക്ക് മുട്ട എനിക്ക് ശരി ശരി സോറി. ശരി എന്റെ മോൻ ക്ഷമിച്ചു. എനിക്ക് എന്റെ മോൻ എനിക്ക് അത്ര വലിയ തെറ്റൊന്നും എന്റെ മോൻ ചെയ്തിട്ടില്ല. എനിക്കിതൊരു പൊട്ട സ്വഭാവം എന്റെ മോൻ ഒരിക്കലും കൈ കൊണ്ട് പോലും തൊടാൻ പാടില്ല, കാണാൻ പോലും ചെയ്യാൻ പാടില്ല. വേണ്ടട്ട മോനെ, നമുക്ക് വേണ്ടേ വേണ്ട. അത് എന്റെ മോൻ അറിയാണ്ടൊക്കെ പോയി പട്ടതാണ്. ഇനി നമുക്ക് വേണ്ട. എനിക്ക് മുട്ട എനിക്ക് പോട്ടെ. അതെ, ഏത് പോലീസ് സ്റ്റേഷനിലേക്കും പോണ്ട. എന്റെ മോനിക്ക് എന്റെ കല്ല് ഉരുകി എന്റെ മോനോട് ഉപദേശിച്ചു കൊടുത്തപ്പോ എന്റെ മോൻ നേരെയായി. ഉമ്മ ഇനി ഒന്ന് ശരിയാക്കി എടുക്കും, ഞാൻ ചെയ്ത് തെറ്റാണ് ഉമ്മ എന്ന് പറഞ്ഞു. ഇത്ര നേരം എന്റെ മോൻ പറഞ്ഞു. എന്റെ കൽബ് ഉരുകിട്ടാ ഞാൻ പറഞ്ഞത്. എന്റെ മോനിക്ക് ആ കൽബുരുക്കം തട്ടി അവന്റെ മനസ്സിലേക്ക് തട്ടിയിട്ട് അവൻ പറഞ്ഞാണ്. അപ്പൊ നാളെ നല്ലൊരു ഡോക്ടറെ കാണിച്ചിട്ടേ എന്റെ മോനെ നല്ലപോലെ ഇവിടെ നേരെയാക്കി എടുക്കണം. അപ്പൊ ഏതൊരു ഉമ്മമാരായാലും ശരി, എത്ര പൊട്ടയാലും ശരി, നല്ല പോലത്തെ ഒരു ഉപദേശം കൊടുത്താൽ നമ്മുടെ മക്കള് നേരെയാവും. എന്റെ മോൻ നേരെയായി. എന്റെ മോന്റെ മനസ്സ് തൊട്ട് പറഞ്ഞു, അമ്മ ഞാനിനി തൊടില്ല ഉമ്മ, ഇന്നെ ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി, ഇനി ഒന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കാണിക്കാലോ. അപ്പൊ നാളെ തന്നെ നമുക്ക് പോണം കേട്ടാ. നമ്മളെ ഉപദേശം കൊടുത്ത ഏത് മക്കളും നേരെയാവും. നേരാത്ത മക്കളേ ഇല്ല. അതുപോലത്തെ ഉപദേശം കൊടുത്തപ്പോ എന്റെ കുട്ടി ശരിയാക്കിയിട്ടുണ്ട് കേട്ടാ. ചെയ്യാം.